ഹലോ, ഞാൻ റെജീന, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച്. നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര ആൾക്കാർ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി സമയം മാറ്റി വെക്കാറുണ്ട്? നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വെൽബീയിങ് ഓഫ് ഫാറ്റ് എന്ന് പറയും സിമ്പിളായിട്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഫീൽ, അതായത് നമ്മുടെ ഇമോഷൻസ്. എ എന്ന് പറഞ്ഞാൽ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ടി എന്ന് പറഞ്ഞാൽ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയും. ഇമോഷണൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷിച്ച് ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്നതല്ല ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആ മനസ്സിലാക്കിയ ഇമോഷനെ നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ എപ്പോഴും നമ്മൾ ഈ കാണിക്കുന്ന ദേഷ്യം എന്ന് പറയുന്ന സാധനം ദേഷ്യമായിരിക്കണം എന്നില്ല. ആ ഇമോഷൻ ദേഷ്യമായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് സങ്കടമായിരിക്കും വരുന്നത്, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ദേഷ്യം പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലായാൽ നമുക്ക് അതേപോലെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കും. നമ്മളൊന്നും ആലോചിക്കില്ല, എടുത്ത് ചാടി നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അതേപോലെ നമ്മളത് ചെയ്യും. ആ ഒരു പോസ് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് മാറ്റം വരുത്തും. രണ്ടാമത്തത് ആക്ട്, അല്ലെങ്കിൽ ബിഹേവിയറൽ ഹെൽത്ത് എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് ബിഹേവിയറൽ ഹെൽത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് ആലോചിക്കും, നമ്മളൊരു ഭയങ്കര നല്ല മെന്റൽ സ്റ്റേറ്റിലാണ്, നമ്മുടെ മാനസികാരോഗ്യം നല്ല മെച്ചപ്പെട്ടിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബിഹേവിയറിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ ബിഹേവിയറും അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ബിഹേവിയറും നമ്മുടെ സ്വഭാവവും അതിനനുസരിച്ച് മാറും. ചില സമയത്ത് നമുക്ക് ഉറക്കം കിട്ടത്തില്ല, ചില സമയത്ത് നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കില്ല. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിലും പോവാം. ചിലപ്പം നന്നായി കൂടുതൽ ഉറങ്ങും, അല്ലെങ്കിൽ ഒട്ടും ഉറങ്ങൂല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ കഴിക്കാതിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നോട്ട് സ്ലീപ്പിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ കോമ്പണന്റ് ആണ് തോട്ട്സ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വെൽബീയിങ്, അതായത് നമ്മുടെ ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എപ്പോഴാണ് നമുക്കെതിരെ നിന്ന് സംസാരിക്കുന്നത്, ആ നിമിഷം തൊട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മെന്റൽ ഹെൽത്ത് പോകും. അതുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മൾ റാഷണൽ ആയിട്ടാണോ ഡിസിഷൻസ് എടുക്കാറ്, നമ്മൾ എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ, നമ്മുടെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് വെൽബീയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ 3 സാധനങ്ങളും, അതായത് ഫാക്ട്, ഫീൽ, ആക്ട്, തോട്ട്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻസ് ആണ്. നമുക്ക് ഈ 3 കോമ്പണൻസും നല്ല രീതിയിൽ ഷാർപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3 സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ മതി. 1, ഭക്ഷണ രീതി, നമ്മൾ എന്തൊക്കെ എപ്പോഴൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. 2, ഉറക്കം, നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾ ഓവറായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണോ, നമുക്ക് വേണ്ടത്ര ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടോ, അതോ നമുക്ക് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണോ എന്നുള്ളത്. 3, എക്സസൈസ്, നമ്മൾ എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ. എക്സസൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജിമ്മിൽ പോയി ചെയ്യുന്ന എക്സസൈസ് മാത്രമല്ല, നമ്മൾ വീട്ടിൽ നടക്കുന്നതാവാം. നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തെ മൂവ് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. സോ ഈ ഫുഡ്, സ്ലീപ്പ് ആൻഡ് എക്സസൈസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.